നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ അങ്ങേയറ്റം ദുസ്സഹകരമാക്കുന്ന രണ്ട് ശാരീരിക അവസ്ഥകളാണ് പൈൽസും ഫിഷറും. മലദ്വാരത്തിലെ രക്തക്കൊഴലുകൾ വീർത്തു വരുന്നതിനെ പൈൽസ് എന്നും മലദ്വാരത്തിലുണ്ടാക്കുന്ന മുറിവുകളെ ഫിഷർ എന്നും വിളിക്കുന്നു. ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമില്ലാത്തതും ഡീഹൈഡ്രേഷൻ, നാരുകളില്ലാത്ത ഭക്ഷണ രീതിയും കഠിനമായ മലബന്ധവുമാണ് പ്രധാനമായും ഈ രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി പ്രതിരോധിക്കാനും പൂർണ്ണമായും മാറ്റാനുള്ള പ്രായോഗിക വഴികളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ വേണം ഇത് കേൾക്കുവാൻ. ധാരാളം വെള്ളം കുടിക്കുക. മലം മൃദുവാകുവാനും സുഗമമായ മലശോധനയ്ക്ക് ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നത് നിർബന്ധമാക്കുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം, തവിട് കളയാത്ത അരി, ഓട്സ്, ബാർലി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മലബന്ധം ഒഴിവാക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വഴിയാണ്. അവിയൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പയർ, കോവയ്ക്ക, പടവലങ്ങ തുടങ്ങിയ ഒട്ടനവധി പച്ചക്കറികൾ ചേർത്ത അവിയൽ നാരുകളുടെ കലവറ ആയതിനാൽ പൈൽസ് രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായ വിഭവമാണ്. പപ്പായ ശീലമാക്കുക. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈം ദഹനം എളുപ്പമാക്കുകയും മലം മൃദുവാക്കുകയും ചെയ്യുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സ്വിസ് ബാത്ത്. ഒരു വലിയ ടബിൽ പകുതി ചെറുചൂടുവെള്ളം എടുത്ത് അതിലൽപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർത്ത് 10 മുതൽ 15 മിനിറ്റ് വരെ ഇരിക്കുന്നത് മുറിവുകൾ ഉണങ്ങുവാനും വേദന കുറയ്ക്കുവാനും സഹായിക്കും. ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം. ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞത് 15 മിനിറ്റ് സാവധാനം നടക്കുന്നത് കുടലിൻ്റെ ചലനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശുദ്ധമായ ആവണക്കെണ്ണയുടെ ഉപയോഗം. മലം വല്ലാതെ കട്ടിയാവുകയും വിസർജനം പ്രയാസകരമാവുകയും ചെയ്യുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ 1 ടീസ്പൂൺ ശുദ്ധമായ ആവണക്കെണ്ണ കഴിക്കാവുന്നതാണ്. മലവിസർജനം തടഞ്ഞു വെക്കരുത്. മുട്ടുമ്പോൾ തന്നെ പോകാതിരിക്കുന്നത് മലത്തിലെ ജലാംശം വലിച്ചെടുക്കപ്പെടാനും മലം കൂടുതൽ കഠിനമാകാനും കാരണമാകുന്നു. യൂറോപ്യൻ ക്ലോസറ്റിൽ പ്ലാസ്റ്റിക് സ്റ്റൂൾ ഉപയോഗിക്കുക. യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ കാലുകൾക്ക് താഴെ ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്റ്റൂൾ വെച്ച് കാൽ അല്പം ഉയർത്തി വെക്കുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷൻ ലഭിക്കുവാനും മലശോധന സുഗമമാക്കാനും സഹായിക്കും. മൈദ വിഭവങ്ങൾ ഉപേക്ഷിക്കുക. പൊറോട്ട, ബിസ്ക്കറ്റ്, ബ്രെഡ് തുടങ്ങിയ മൈദ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഉടലിൽ എത്തിപ്പിടിക്കുകയും മലബന്ധം ഉണ്ടാക്കുകയും ചെയ്യും. എരിവും മസാലയും നിയന്ത്രിക്കുക. കഠിനമായ എരിവ് ഫിഷറുള്ള ഭാഗത്ത് നീറ്റലും അസഹനീയമായ വേദനയും ഉണ്ടാക്കാൻ കാരണമാകും. തൈരും മോരും ശീലമാക്കുക. കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളെ നിലനിർത്താൻ ദിവസവും ഭക്ഷണത്തിനോടൊപ്പം മോര് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇലക്കറികൾ ദിവസവും കഴിക്കുക. ചീര, മുരിങ്ങയില തുടങ്ങിയവ തോരൻ വെച്ച് കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ ഫൈബർ നൽകുന്നു. ചിട്ടയായ വ്യായാമം. നടത്തമല്ലെങ്കിൽ ലഘുവായ യോഗ ശീലിക്കുന്നത് ശരീരത്തിലെ മൊത്തത്തിലുള്ള രക്തഓട്ടം മെച്ചപ്പെടുത്തും. കൃത്യസമയത്തിനുള്ള ഉറക്കം. രാത്രി കൃത്യസമയത്ത് ഉറങ്ങുന്നത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ ദഹന പ്രക്രിയയെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു. ശരീരഭാരം നിയന്ത്രിക്കുക. അമിതഭാരം അടിവയറ്റിലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് പൈൽസ് കൂടാൻ ഒരു പ്രധാന കാരണമാണ്. ദീർഘനേരത്തെ ഇരിപ്പ് ഒഴിവാക്കുക. മണിക്കൂറുകളോളം ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നതും ഇടവേളകളിൽ എഴുന്നേറ്റ് നടക്കുന്നത് മലദ്വാരത്തിലെ സമ്മർദ്ദം കുറയ്ക്കും. കഴുകുമ്പോൾ ശ്രദ്ധിക്കുക. മലവിസർജനത്തിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ അമർത്തി ഉരസുന്നത് ഒഴിവാക്കി മൃദുവായി മാത്രം വൃത്തിയാക്കുക. ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക. പുകവലിയും മദ്യപാനവും ശരീരത്തെ നിർജ്ജലീകരണത്തിലേക്ക് നയിക്കുന്നത് രോഗം വഷളാക്കും. പഴങ്ങൾ നേരിട്ട് കഴിക്കുക. ജ്യൂസായി കുടിക്കുന്നതിനേക്കാൾ പഴങ്ങൾ നേരിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് അതിലെ നാരുകൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കുന്നത്. ചായയും കാപ്പിയും കുറയ്ക്കുക. അമിതമായ
കഫീൻ ഉപയോഗം മലം കട്ടിയാകാൻ കാരണമാവുന്നതിനാൽ ഇവ പരിമിതപ്പെടുത്തണം. മത്സ്യക്കറികൾ ഉപയോഗിക്കുക. വറുത്തതും പൊരിച്ചതുമായ മത്സ്യത്തിന് പകരം കുറഞ്ഞ എണ്ണയിൽ തയ്യാറാക്കിയ മീൻ കറികൾ കഴിക്കുക. ഇളനീർ കുടിക്കുക. പ്രകൃതിദത്തമായ ഈ പാനീയം ശരീരത്തിലെ താപം കുറയ്ക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്താനും ഉത്തമമാണ്. കിഴങ്ങുവർഗ്ഗങ്ങൾ നിയന്ത്രിക്കുക. ഉരുളക്കിഴങ്ങ് പോലുള്ള കിഴങ്ങുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവയുടെ ഉപയോഗം കുറയ്ക്കുക. ചേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പൈൽസ് രോഗത്തിന് ഔഷധ ഗുണമുള്ള ഒന്നായി ചേനയെ നാട്ടുചികിത്സകളിൽ കാണുന്നു. അയമോദക വെള്ളം. ദഹനക്കേട് മാറ്റാൻ അയമോദക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കുടലിലെ ഗ്യാസ് കുറയ്ക്കുവാൻ സഹായിക്കും. രാത്രി ഭക്ഷണം ലഘുവാക്കുക. രാത്രിയിൽ ദഹിക്കാൻ പ്രയാസമുള്ള കഠിനമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ലഘുവായവ തിരഞ്ഞെടുക്കുക. ടോയ്ലറ്റിലെ സമയം കുറയ്ക്കുക. ടോയ്ലറ്റിൽ അധികം സമയം ഇരിക്കുന്നത് മലദ്വാരത്തിലെ പേശികളിൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനാൽ മലശോധന കഴിഞ്ഞാലുടൻ എഴുന്നേൽക്കുക. അമിതമായ ഭാരം ഉയർത്തരുത്. ജിമ്മിലോ ജോലിസ്ഥലത്തോ അമിതഭാരം ഉയർത്തുന്നത് പൈൽസ് വീർക്കാനും വേദന ഉണ്ടാക്കാനും ഇടയാക്കും. നല്ലെണ്ണയുടെ മിതമായ ഉപയോഗം. ഭക്ഷണത്തിൽ അല്പം നല്ലെണ്ണ ചേർക്കുന്നത് ആമാശയത്തിലെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ സഹായിക്കും. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ. പ്രോട്ടീനും നാരുകളും ഒരുപോലെ അടങ്ങിയ ഇവ ആരോഗ്യകരമായ ശോധനയ്ക്ക് സഹായിക്കുന്നു. ഐസ് പാക്ക് ഉപയോഗം. അസഹനീയമായ വേദനയോ നീർവീർക്കമോ ഉള്ളപ്പോൾ പുറമെ ഐസ് പാക്ക് വയ്ക്കുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. വിദഗ്ധ പരിശോധന. മലത്തിലൂടെ രക്തം കാണുന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് അത് പൈൽസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. സ്ട്രെസ് കുടലിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതിനാൽ മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രദ്ധിക്കുക. സ്ഥിരത പാലിക്കുക. ഒരു ദിവസം മാത്രം ഈ ചിട്ടകൾ പാലിച്ചാൽ പോരാ. ഇത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിയാൽ മാത്രമേ പൂർണ്ണമായി ഫലം ലഭിക്കൂ. സുഹൃത്തുക്കളെ, പൈൽസും ഫിഷറും പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ പൂർണ്ണമായും മാറ്റാം. എന്നാൽ രോഗം സങ്കീർണമായാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ലേസർ സർജറി, സ്റ്റാപ്പർ സർജറി, ബാൻഡിങ് തുടങ്ങിയ പാർശ്വഫലങ്ങൾ കുറഞ്ഞതും വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതുമായ ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ്. അതിനാൽ അനാവശ്യ ഭയം ഒഴിവാക്കി കൃത്യസമയത്ത് ചികിത്സ നടത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി.